ശ്രീജിത്ത്, പിണറായി സർക്കാർ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പരാതികൾ എന്ന് പറയുന്നത് കേന്ദ്രം ഫണ്ട് കൃത്യമായി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് കോടതി വരെ കയറിയതാണ്. മാത്രമല്ല, പൊതുവിൽ പരാതികളാണ്, സർവത്ര പരാതിയാണ്. സംസ്ഥാനത്തിന് വേണ്ടി ആരും ഒന്നും ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നില്ല എന്നൊക്കെ പരാതികളുണ്ട്. ഇപ്പോൾ ഈ വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, അതിന്റെ പേരിൽ കേന്ദ്രം സംസ്ഥാനത്തെ ദ്രോഹിക്കുന്നു, അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത്. എന്താണ് ഇതിലെ വസ്തുത? എന്താണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്? ലക്ഷ്മി, നമ്മുടെ ഈ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രൊപ്പോസലുകളൊക്കെ തന്നെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കറിയാവുന്നതുപോലെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ റൺ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ ദീർഘകാലമായിട്ട് എത്ര കാലം കൊണ്ട് ഇത് പ്രോഫിറ്റബിൾ ആകും, ഈ പ്രോജക്റ്റ് ഫൈനാൻഷ്യലി വയബിൾ ആണോ, കമേഴ്ഷ്യലി വയബിൾ ആണോ, ഇങ്ങനെയുള്ള കുറേയധികം കൺസിഡറേഷൻസ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. അവരുടെ ചുമതലയിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പല പ്രോജക്റ്റുകൾക്കും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ കമേഴ്ഷ്യൽ വയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന പണമാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, അല്ലെങ്കിൽ VGF എന്ന് പറയുക. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ഒക്കെയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കരാറുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളും കൊടുക്കുന്നു. പിന്നെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തിട്ട് 4000 കോടിക്ക് മുകളിലാക്കി പിന്നെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്നിട്ട് ആ തുക ഏകദേശം തുല്യമായിട്ട് സംസ്ഥാനവും കേന്ദ്രവും തന്നെ വിഭജിക്കുകയാണ്. അപ്പം 817 കോടി 80 ലക്ഷം രൂപ കേന്ദ്രവും 817 കോടി 20 ലക്ഷം രൂപ സംസ്ഥാനവും എന്നുള്ള ഒരു കണക്കിലാണ് ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അവിടെ രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, പല എഗ്രിമെൻറ്റുകളുണ്ട്. അപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട 1-2 എഗ്രിമെൻറ്റുകളുണ്ട്. അതിലൊന്ന്, നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന പണമാണ്, നമുക്ക് കിട്ടുന്ന ഒരു പ്രീമിയം പേയ്മെൻറ്റ്. ആ പ്രീമിയം പേയ്മെൻറ്റ് എങ്ങനെയാണ് വീതിച്ചെടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫൈനാൻഷ്യൽ എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൽ പറയുന്നതനുസരിച്ച് ഈ പ്രോജക്റ്റ് റൺ ചെയ്ത് 15 കൊല്ലമാകുമ്പോൾ, ആ കണക്കനുസരിച്ച് 2034 അപ്പോൾ 2034 ആകുമ്പോഴേക്കും അതിൽ നിന്ന് കിട്ടുന്ന പ്രീമിയം പേയ്മെൻറ്റിൻ്റെ 20% സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുക്കണം, 80% സംസ്ഥാന സർക്കാരിന് വയ്ക്കാം എന്നാണ്. അപ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ 20% എന്ന് പറയുന്നത് വലിയ തുകയാണ്. അതായത് ഈ 817 കോടി ഇട്ടിരിക്കുന്ന ആളിന് ഒരുപക്ഷെ 8,000 കോടി 10,000 കോടി 12,000 കോടി ഒക്കെ തന്നെ കിട്ടുന്ന രീതിയിലത്തേക്കുള്ള വലിയൊരു റീപേയ്മെൻ്റ് ആണ് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായിട്ട് വരുന്നത്. അത് ശരിയല്ല. കാരണം ഇങ്ങനെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് അതിനെ ഇങ്ങനെ റിക്കവർ ചെയ്യാറില്ല. അതൊരു സൗജന്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന നിലയ്ക്കാണ് പിണറായി വിജയനാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഇതൊരു അവാസ്തവമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു പൊസിഷനാണ്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഈ കോൺട്രാക്റ്റിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. പിന്നെ 2015 ഈ പ്രോജക്റ്റിൻ്റെ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവലിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഫണ്ടിങ് എത്രയാണ്, ഇതിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എങ്ങനെയാണ്, അത് കൊടുക്കാനായിട്ടുള്ള തീരുമാനമായോ, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എത്രയാണ്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ധനമന്ത്രാലയത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് കേരളത്തിൻ്റെ പോർട്സ് കൈകാര്യം ചെയ്യുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കത്തയച്ചിരുന്നു. അപ്പോൾ ആ കത്തിൽ വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഇത് ഗവൺമെൻറ് ഒരു ഗ്രാൻഡ് എന്ന നിലയ്ക്ക് നൽകുകയും അത് പിന്നീട് നിങ്ങൾ റീപേ ചെയ്യണം എന്നും പറയുന്നുണ്ട്. ആ റീപേ ചെയ്യുന്നതിന് പോലും അവർ ഉപയോഗിക്കുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ടേംസിൽ എന്നാണ്. ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് പോലും ഒരു പ്രോജക്റ്റ് ദീർഘകാലം ഫൈനാൻഷ്യലി വയബിൾ ആണോ, അത് എപ്പോൾ വരെ വയബിൾ ആകും, നമ്മളൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോ തുടക്കത്തിലാണോ കൂടുതൽ, ഒടുക്കത്തിലാണോ കൂടുതൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രോജക്റ്റ് ലാഭകരമാണോ അല്ലയോ എന്നൊക്കെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് ഈ NPV. അപ്പോൾ അങ്ങനെയുള്ള NPVയിലാണ് അടയ്ക്കേണ്ടത് എന്ന് പറയുമ്പോൾ പ്രോജക്റ്റ് ആദ്യം ലാഭമാണ് എങ്കിൽ അതിനനുസരിച്ചാവും, അതല്ല പിന്നീടാണ് നിലത്തിൽ ക്യാഷ് ഫ്ലോ കൂടുന്നതെങ്കിൽ അതിനനുസരിച്ച് വരും. അപ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, ഇതിനനുസരിച്ച് കൊടുക്കണം എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. തന്നെയുമല്ല, ഇവിടെ പറയുന്ന നമ്മുടെ എഗ്രിമെൻറ്റിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തണം എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ അത് 2015 തന്നെ, അതായത് പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒന്നാം മോദി സർക്കാർ വളരെ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ധാരണയിൽ തന്നെയാണ് നമ്മൾ ഈ എഗ്രിമെൻറ്റുകളെല്ലാം ഒപ്പിടുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, പേയ്മെൻറ്റ് റീപേയ്മെൻറ്റ് വ്യവസ്ഥകൾ എങ്ങനെയാണ്, ഈ 20% ഇതെല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഒന്നോർക്കുക, ഇപ്പോൾ 10,000 കോടിയാണ് അതിൻ്റെ 20% എങ്കിൽ 80% വെക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളത് ഓർക്കണം. 20%ആണ് 10,000 കോടിയെങ്കിൽ 80% എത്രയാണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതിനെപ്പറ്റി സംസ്ഥാന സർക്കാർ ഒരക്ഷരം മിണ്ടുന്നുമില്ല. ഇവിടെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രമന്ത്രിയോട്, ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനോട് പറഞ്ഞു. അപ്പോൾ നിർമ്മല സീതാരാമൻ ശ്രീ പിണറായി വിജയൻ അയച്ചിരിക്കുന്ന ഒരു കത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യമായിട്ടല്ല ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്, നിങ്ങൾ മുമ്പും ഇതേ ആവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആ സമയത്തെല്ലാം തന്നെ ഇത് നിരാകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിരാകരിക്കപ്പെടുന്നതിനുള്ള കാരണം
വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിൽ ഈ കണ്ടീഷൻസ് എല്ലാം തന്നെ പറയുന്നുണ്ട്. അതായത് 2034 മുതൽ എങ്ങനെയാണ് വരേണ്ടത്, ഈ 20% ആര് കീപ്പ് ചെയ്യുന്നു, 80% ആര് കീപ്പ് ചെയ്യുന്നു, ഇതൊരു ഫെയർ ഷെയറിംഗ് ഓഫ് ദ പ്രീമിയം ആണ് എന്ന് പറയുന്നുണ്ട്. കാരണം സെൻറ്ററിന് 20, സ്റ്റേറ്റിന് 80, ഈ രണ്ടുപേരും ഏകദേശം തുല്യമായിട്ടുള്ള എമൗണ്ടാണ്. 60 ലക്ഷം രൂപ കൂടുതൽ മുടക്കിയിരിക്കുന്നത് കേന്ദ്രവുമാണ്. ഇനി രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നുണ്ട്, തൂത്തുക്കുടിയിലൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ തൂത്തുക്കുടിയിലെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഒരു പോർട്ട് പ്രോജക്റ്റാണ്. അവിടെ ഔട്ടർ ഹാർബർ കണ്ടെയ്നർ പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ പദ്ധതിക്ക് ഇതേപോലെ തന്നെയുള്ള ഒരു മോഡലുണ്ട്, പക്ഷേ അതിൽ ഇതേപോലെ പണം തിരിച്ചടയ്ക്കേണ്ടതില്ല എന്ന രീതിയിലത്തേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന ആംഗിൾ ശ്രദ്ധിക്കണം, വിവേചനം, മുദ്ര ശ്രദ്ധിക്കണം. ഈ വിവേചനം എന്നാണ്, അതായത് തൂത്തുക്കുടിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നയം, കേരളവുമായി ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു നയം. അതിനെപ്പറ്റിയും വളരെ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. കാരണം VOC പോർട്ട് അതോറിറ്റിയാണ്, ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്, അവരാണ് ഇവിടെ പണം മുടക്കുന്നതും അതിൻ്റെ റവന്യൂ തിരിച്ചെടുക്കുന്നതുമെല്ലാം അവരാണ്. അതുകൊണ്ട് ആ മോഡലിൽ അല്ലാത്തത് കൊണ്ട് കേരളത്തിന് ഇത് ബാധകമല്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ ബേസിക്കലി കേരളം പറയുന്നത് എന്താണ്, കേന്ദ്രം പറയുന്നത് എന്താണ്? കേരളം പറയുന്നത്, എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്രത്തിനോട് പൈസ ചോദിക്കുന്നു, കേന്ദ്രം എനിക്ക് പൈസ തരുന്നു, പൈസ തന്നതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ 50-50 ഇട്ടു എന്ന് വെച്ചു, അതിനുശേഷം തരുന്ന സമയത്ത് നമ്മളോട് പറയുന്നുണ്ട്, അതായത് ഇന്ന സമയത്ത് എനിക്ക് തിരിച്ചു തന്നു തുടങ്ങണം, ആ തിരിച്ചു തന്നു തുടങ്ങുമ്പോൾ ഇത്ര ശതമാനത്തിലാണ് നീ തരേണ്ടത് എന്നെല്ലാം പറയുന്നു. ഇത് എഗ്രിമെൻറ്റിൽ വേണമെന്ന് പറയുന്നു. ശരി, തരാമെന്ന് പറഞ്ഞിട്ട് ഒപ്പിടുന്നു. ഒപ്പിട്ടതിന് ശേഷം കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഈ പൈസയുടെ കാര്യം എന്തായി എന്ന് പറയുന്ന സമയത്ത് ഉടനെ തന്നെ നമ്മൾ പറയുകയാണ്, അയ്യോ ഇത് സൗജന്യമായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇത് തിരിച്ചു തരേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞതിൽ എന്താ കാര്യം? ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്നതാണ്. ഇത് ഒപ്പിട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ്. ഈ കാര്യത്തിനെ പറ്റി കൃത്യമായി ബോധ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിക്കാണ്. ഇവരെല്ലാവരും തന്നെ ആരെ കബളിപ്പിക്കാനാണ് നോക്കുക? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട്, ഞാൻ ഒരിക്കലും കരുതുന്നില്ല ശ്രീ പിണറായി വിജയന് ഈ കരാർ ഇങ്ങനെയാണ് എന്ന് അറിയില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം എന്തായാലും അറിയും. ഒപ്പം അദ്ദേഹം നമ്മുടെ കേന്ദ്ര ധനമന്ത്രിക്ക് ഒരു കത്ത് അയക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിനെപ്പറ്റി അറിയാതെ അയക്കാനും പറ്റില്ല, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുക? കേന്ദ്ര സർക്കാരിനോട് ഇത് ബാർഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഇവിടെയുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി. അതായത് ഒരാൾ പണം ചോദിക്കുമ്പോൾ ഇന്ന കണ്ടീഷൻ പറയുന്നു, എന്നിട്ട് അയാൾ ചോദിക്കുന്ന സമയത്ത് വിടളിയാ അത് പിന്നെ തരാം, അല്ലെങ്കിൽ നീ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം അതല്ലല്ലോ എന്നൊക്കെ ഈ നാട്ടിൻപുറത്ത് പറയുന്ന അതേ രീതിയാണ്, അതേ ശൈലിയാണ് ശ്രീ പിണറായി വിജയൻ ഇവിടെ പയറ്റുന്നത്. ഇതിലുള്ള അപകടം, ഒന്ന്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാർ വളരെ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിൽ അതങ്ങനെയല്ല, ഇവർക്കത് അറിയാം. രണ്ടാമത്, രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് ഇവിടെ വലിയ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു പദ്ധതി ഇവിടെ വരുമ്പോൾ, ഞങ്ങളുടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുമ്പോൾ കേന്ദ്രം അതിൻ്റെ വലിയൊരു ഓഹരി കൊണ്ടുപോകാനായിട്ട് ഇവിടെ ശ്രമിക്കുകയാണ്. അവർ കൈയും കെട്ടി കരയ്ക്ക് നിന്നതേ ഉള്ളൂ, ഞാനാണ് വെള്ളത്തിലിറങ്ങി പണിയെടുത്തത് എന്നുള്ള ഒരു ഇംപ്രഷന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇത് മറ്റൊന്നിനുമല്ല, അറിയാൻ വയ്യാഞ്ഞിട്ടുമല്ല, BJP വിരുദ്ധത പറയുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്ര സർക്കാർ വിരുദ്ധത പറയുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ഫൈനാൻഷ്യലി സ്ട്രാങ്കുലേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആസൂത്രിതമായിട്ട് നടക്കുന്നുണ്ട് എന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, അതല്ലാതെ ഇത് അറിയാതെ അബദ്ധത്തിൽ ഒന്നും ചെയ്യുന്ന കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ ഒരൊറ്റ ദിവസം ഇത് പുറത്തു വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഡോക്യുമെൻ്റ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ലെറ്റർ അങ്ങോട്ട് തയ്യാറാക്കി, എന്തായാലും പിണറായി വിജയൻ ടൈപ്പ് ചെയ്തിട്ടല്ലല്ലോ ഇത് വിടുന്നത്, അതിൻ്റെ മാറ്റർ ഡിസ്കസ് ചെയ്യുന്നതും പിണറായി വിജയൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ലോ. അപ്പോൾ മറ്റുള്ള ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെല്ലാവരും തന്നെ ഇതിനെപ്പറ്റിയൊന്നും ധാരണയില്ലാത്ത ആൾക്കാരാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടൊരു ടൂളായിട്ട്, ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നമ്മളെ വീർപ്പ് മുട്ടിക്കുകയാണ്. മറ്റു പല കാര്യങ്ങളിലും ഇത് പറയുന്നുണ്ടല്ലോ, നമുക്ക് കേന്ദ്ര ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടുന്നത് കുറവാണ്, പണ്ടത്തെ ഫൈനാൻസ് കമ്മീഷൻ്റെ സമയത്ത് ഇത്ര ശതമാനമായിരുന്നെങ്കിൽ ഇന്നത് കുറവാണ്, വയനാട്ടിൽ നമുക്ക് പൈസ കിട്ടുന്നില്ല, ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മറുഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളുമുണ്ട്. പക്ഷേ എങ്കിലും ഇത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രതീതി, നമുക്ക് അർഹമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ലാഭം കിട്ടുമ്പോൾ നമ്മുടെ ലാഭത്തിൽ നിന്ന് കൈയിട്ട് വരാനായിട്ട് കേന്ദ്രം നോക്കുകൂലി ചോദിച്ചുകൊണ്ട് ഇവിടെ വരികയാണ് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ കേന്ദ്രം ഇവിടെ നൽകിയിരിക്കുന്ന പണത്തിനെക്കുറിച്ചോ ആ പണം തന്നപ്പോൾ ഉണ്ടായിരുന്ന കണ്ടീഷനെ പറ്റിയോ ഒരക്ഷരം പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കബളിപ്പിക്കലാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കബളിപ്പിക്കാനല്ല നോക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡേർഡ് റിപ്ലൈ ആണ് ഇക്കാര്യത്തിൽ കിട്ടുക എന്നതിനെപ്പറ്റി അവർക്കറിയാം. പക്ഷേ അവർ ശ്രമിക്കുന്നത് നമ്മളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വിഡ്ഢികളാകാൻ നമ്മൾ തയ്യാറാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ ടേംസിനനുസരിച്ച്
അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മാന്യത. അതല്ല എങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ അടയ്ക്കാൻ ഇല്ല, അല്ലെങ്കിൽ 2034 ഞാൻ അടച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് സാവകാശം വേണം, എൻ്റെ സാമ്പത്തികാവസ്ഥ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയം നീട്ടി ചോദിക്കുക എന്ന് പറയുന്നത് കടം മേടിക്കുന്ന സമയത്തും അത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് മാന്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഞാൻ പറഞ്ഞ നിന്നോട് 3 മാസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്നാണ്, പക്ഷേ എനിക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ തരാൻ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ മനസ്സിലാക്കുന്നത് പോലെ കേന്ദ്രത്തിനും മനസ്സിലാകും. അതല്ലാതെ ഇവിടെ വന്നിട്ട് ആ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും പിടിച്ച് ജയിലിലിടാം എന്നൊന്നും അല്ലല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മാർഗം പോലും അവിടെ ഇരിക്കെ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് പല മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ കഴുത്തിൽ പിടിക്കുന്നു, ഞങ്ങൾക്ക് ശ്വാസം കിട്ടുന്നില്ല, ഞങ്ങളെ ഞെരുക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയാനായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റിന് എന്ന് പറയുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള നെറുകെട്ട ഒരു പ്രവൃത്തിയാണ്. അതിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.